ഇത് ഞങ്ങളുടെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പാണ് തായ്ലൻഡിലേക്ക്. കൊച്ചി എയർപോർട്ടിൽ നിന്ന് തായ്ലൻഡിലെ ബാങ്കോക്കിലുള്ള ഡോൺമ്യൂക്ക് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ ആരംഭിക്കുന്നു. പ്ലാൻ ചെയ്തുള്ള യാത്രകൾ ഒന്നും തന്നെ നടക്കാറില്ലെന്ന ഒരു പരമസത്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യത്തിലും സംഭവിച്ചത്. കുറേ തവണ ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തു, പക്ഷേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് ഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ തായ്ലൻഡ് ട്രിപ്പ് അധികമൊന്നും പ്ലാൻ ചെയ്യാതെയുള്ള ട്രിപ്പാണ്. മലപ്പുറത്തുള്ള ഗ്രീൻ ഒയാസിസ് എന്ന ട്രാവൽ ഏജൻസിയാണ് നമ്മുടെ ഈ യാത്ര ഇത്രയും അനായാസവും ആസ്വാദികരമാക്കി മാറ്റിയത്. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രിപ്പ് എങ്ങോട്ടേക്ക് എന്ന ഞങ്ങളുടെ ചോദ്യത്തിന് ഗ്രീൻ ഒയാസിസ് MDയും സുഹൃത്തുമായ ജലീൽ മങ്കരത്തുടിയാണ് തായ്ലൻഡ് നിർദ്ദേശിച്ചത്. അത് മികച്ച ഒരു അനുഭവമാക്കി തീർത്തതിൽ ഗ്രീൻ ഒയാസിസിന് പ്രധാന പങ്കുണ്ട്. ഞങ്ങൾ പോയത് എയർ ഏഷ്യയുടെ ബഡ്ജറ്റ് എയർവേസിലാണ്. രാത്രി 11:50 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട വിമാനം തായ്ലൻഡ് സമയം രാവിലെ 5 മണിക്ക് ലാൻഡ് ചെയ്തു. എയർപോർട്ടിൽ നമ്മളെ വെൽക്കം ചെയ്യാൻ ടാക്സി ഡ്രൈവർ നമ്മുടെ പേരെഴുതിയ പ്ലക്കാർഡും പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. ഹോട്ടൽ ചെക്ക് ഇൻ ടൈം ഉച്ചയ്ക്ക് 2 മണിയായതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ ആദ്യം പോയത് ടൈഗർ ടോപ്പിയ ശ്രീ രജ സൂയിലേക്കാണ്. അവിടുത്തെ ബഫെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം സൂ കാണാനായി പുറപ്പെട്ടു. ടൈഗറുമൊത്തുള്ള ഫോട്ടോഷൂട്ട്, ബേബി ടൈഗർ ഫീഡിംഗ്, ക്രോക്കോഡൈൽ ഫീഡിംഗ് തുടങ്ങിയ ഒട്ടനവധി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ക്രോക്കോഡൈൽ ഫീഡിംഗ് മാത്രമാണ് തിരഞ്ഞെടുത്തത്. ടൈഗറുമൊത്തുള്ള ഫോട്ടോഷൂട്ടിന് ഒരാൾക്ക് 400 ബാത്ത്, അതായത് ഏകദേശം 1000 രൂപയോളമാണ് ചാർജ്. എല്ലാവരും കണ്ടുമടുത്തതായതുകൊണ്ടും ജീവനിൽ കൊതിയുള്ളതുകൊണ്ടും കീശ കാലിയാക്കണ്ട എന്നുള്ളതുകൊണ്ടും നിരുപദ്രവകാരിയായ സിമൻറ്റ് പുലിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് സായുജ്യമടഞ്ഞു. പിന്നീട് ഞങ്ങൾ പോയത് ക്രോക്കഡൈൽ ഫീഡിങ്ങിനാണ്. ഞങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെട്ടതായതുകൊണ്ട് അതിന് പ്രത്യേക ചാർജ് ഒന്നുമായില്ല. കൂട്ടത്തോടെ ഇത്രയധികം മുതലകളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ക്രോക്കഡൈൽ ഫീഡിങ്ങിനായി ഒരു ചെറിയ ബക്കറ്റ് നിറയെ ചിക്കൻ പീസുകൾ ഓരോരുത്തർക്കുമായി തന്നു. ക്രോക്കഡൈൽ ഫീഡിംഗ് കഴിഞ്ഞ് സൂ മൊത്തത്തിലൊന്ന് ചുറ്റി നടന്ന് കണ്ട ശേഷം യാത്രാക്ഷീണം കൊണ്ട് ഞങ്ങൾ നേരെ ഹോട്ടൽ ലക്ഷ്യമാക്കി പോന്നു. പട്ടായയിൽ ഉള്ള ദ സീസൺസ് എന്ന 3 സ്റ്റാർ ഹോട്ടലാണ് ഞങ്ങൾക്കായി ഒരുക്കിയിരുന്നത്. നല്ല വൃത്തിയും സൗകര്യമുള്ള റൂമായിരുന്നു. പട്ടായയിലെ പ്രശസ്തമായ ഫുഡ് മാർക്കറ്റുകൾക്ക് വളരെ അടുത്തായിരുന്നു ഈ ഹോട്ടൽ. നടക്കാവുന്ന ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഫ്ലോട്ടിംഗ് മാർക്കറ്റിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റിൽ രേഖപ്പെടുത്തുവാൻ അപേക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടിൽ ദെൻ ബൈ. താങ്ക് യു.